RSS അതിക്രമങ്ങൾക്കെതിരെ സെക്രട്ടേറിയറ്റിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച്. ഭരണഘടന സംരക്ഷിക്കുക, അക്രമികളെ ഒറ്റപ്പെടുത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മാർച്ച്. കൂടുതൽ വിവരങ്ങളുമായി റിനു ചേരുകയാണ്. റിനു, മാർച്ച് പുരോഗമിക്കുകയാണോ? എന്താണ് വിവരങ്ങൾ? ഭരണസിരാകേന്ദ്രമായ വെള്ളക്കൊട്ടാരത്തിലേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നു. യുവജന മാർച്ച് കടന്നു വരുന്നു. വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ നാട്ടിൽ കലാപങ്ങൾക്ക് കോപ്പുകൂട്ടുകയാണ് RSS BJP ക്രിമിനൽ സംഘം. വീടുകൾക്ക് നേരെയും പോലീസ് സ്റ്റേഷനുകളിലേക്കും ബോംബുകൾ വലിച്ചെറിഞ്ഞുകൊണ്ടും സംസ്ഥാന വ്യാപകമായി നടക്കുന്ന RSS ഭീകരതയ്ക്കെതിരെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച്. സെക്രട്ടേറിയറ്റിലേക്ക് ഡിവൈഎഫ്ഐ നടത്തുന്ന പ്രതിഷേധ മാർച്ചിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഭരണഘടന സംരക്ഷിക്കുക, അക്രമികളെ ഒറ്റപ്പെടുത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മാർച്ച്. വീടുകളിലേക്ക് സൂക്ഷിക്കാനുള്ള കലാപം കേരളത്തിൽ ആവർത്തിക്കാൻ ഭരണഘടന സംരക്ഷിക്കുക, അക്രമികളെ ഒറ്റപ്പെടുത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഡിവൈഎഫ്ഐ സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് നടത്തുന്ന മാർച്ചാണ് ഇപ്പോൾ കാണുന്നത്. നൂറുകണക്കിന് യുവജനങ്ങളാണ് ഇതിരുന്ന മാർച്ച്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന RSS സംഘപരിവാർ ഭീകരതയ്ക്ക് എതിരെ ആണ് യുവജനങ്ങൾ അണിനിരുന്നത്. പ്രിയപ്പെട്ട സഖാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലേക്ക് ഇന്ത്യയുടെ സമര യൗവനമായ ഡിവൈഎഫ്ഐക്ക്
ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ചിലുണ്ടായ സാഹചര്യം നമ്മൾക്കേവർക്കും നന്നായി അറിയാം. ശബരിമലയിൽ 2 യുവതികൾ പ്രവേശിച്ചതുമായി ബന്ധപ്പെട്ട് ഈ കേരളത്തെ കലാപഭൂമിയാക്കാൻ, കൊലക്കളമാക്കുവാൻ RSS BJP സംഘപരിവാർ ശക്തികളുടെ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 3 ദിവസമായി കേരളത്തിൽ നടത്തുന്ന അക്രമ പരമ്പരകൾ. ഈ അക്രമ പരമ്പരകളിൽ ഇടപെട്ട RSS സംഘപരിവാർ ശക്തികളെ അറസ്റ്റ് ചെയ്യണമെന്നും ന്യായമായ രീതിയിൽ അവരെ തുറങ്കിലടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ RSS സംഘപരിവാർ ശക്തികൾ ഈ കേരളത്തിൽ നടപ്പിലാക്കുന്ന കലാപങ്ങളും സംഘർഷങ്ങളും അവസാനിപ്പിക്കുവാനും താക്കീതായിട്ടാണ് കേരളത്തിലെ സമരയോഗ്യമായ തിരുവനന്തപുരത്തെ സഖാക്കൾ സംഘടിതമായ ഭരണസിരാ കേന്ദ്രത്തിലേക്ക്, സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നത്. നമുക്ക് ഏവർക്കും അറിയാം, കഴിഞ്ഞ 2 ദിവസമായി നടക്കുന്ന സംഭവവികാസങ്ങൾ സമാധാനപരമായി കേരള നാടിനെ സംഘർഷഭൂമിയാക്കുകയാണ്. 2 യുവതികൾ പ്രവേശിച്ചു എന്നറിഞ്ഞവരുടെ സമയം അന്നേ ദിവസം ഉണ്ടാകാത്ത കോലാഹലങ്ങൾ RSSന്റെ കാര്യാലയത്തിൽ കൂടിയെടുത്ത് ഈ കേരളത്തെ കലാഭൂമിയാക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ സഖാക്കളുടെ വീടുകളിലേക്ക് പോലീസിന് RSSകാർ അതിക്രമിച്ചു കയറുക, കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്, ബോംബെറിയാണ്, നിയമപരായരായിട്ടുള്ള പോലീസ് അധികാരിമാരടക്കമുള്ള ആളുകളെ തല്ലിച്ചതയ്ക്കുകയാണ്. നെടുമങ്ങാറുന്ന സംഭവവികാസം കണ്ട് ഇന്നത്തെ ദൃശ്യമാധ്യമങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. RSSന്റെ ജില്ലാ കാര്യമായിട്ടുള്ള ആലപ്പുഴക്കാരൻ നേതാവ് തന്നെ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് 4 ബോംബെറിയുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നത്. ബോധപൂർവമാണ്. ഇത് നെടുമങ്ങാട്ട് മാത്രമല്ല, കേരളത്തിലെമ്പാടും ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള MLA ആയ സഖാവ് AN ഷംസീറിന്റെ വീട്ടിൽ ഇന്നലെ ബോംബെറിയപ്പെട്ടു. തലശ്ശേരിയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് അധികാരികൾ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കുമ്പോഴേക്കുമാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ബോംബെറിയപ്പെട്ടത്. സ്കൂളിലേക്ക്, ഈ മലയൻകീഴ് തിരുവനന്തപുരത്ത് സ്കൂളിൽ, മലയൻകീഴിലെ RSSന്റെ നിയന്ത്രണത്തിലുള്ള സരസ്വതി വിദ്യാലയത്തിൽ ബോംബ് സൂക്ഷിക്കുകയാണ്, ആയുധപ്പുരയാക്കുകയാണ് RSS. ഡിവൈഎഫ്ഐയുടെ സഖാക്കളെയും CPIMന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് തല്ലുകയാണ്. നിരവധി പാർട്ടി ഓഫീസുകൾ ബോധപൂർവം തല്ലിച്ചതക്കുകയാണ്, ബോംബാക്രമണം നടത്തുകയാണ്. ഡിവൈഎഫ്ഐയുടെ ഇവിടെ 2 ദിവസത്തിന് മുമ്പ് RSSും BJPയും നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ ഡിവൈഎഫ്ഐയുടെ മണ്ണത്തല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീറാമിനെ തലപൊട്ടിച്ചു. ഇവിടെ സംയുക്ത ട്രേഡ് യൂണിയൻ സംഘടിപ്പിക്കുന്ന സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയ സ്വാഗത സംഭവ ഓഫീസിനെ അടിച്ചു തകർക്കാൻ വേണ്ടി നിലപാട് സ്വീകരിക്കപ്പെട്ടു. കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രചരണ ബോർഡിനെ അടിച്ചു തകർത്തു. ഇത് തിരുവനന്തപുരത്ത് മാത്രമല്ല, ഡിവൈഎഫ്ഐയുടെയും CPIMന്റെയും ബോർഡുകൾ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ്, പതാകകൾ എടുത്തെറിയാണ്. ഈ നിലയിലേക്ക് മാത്രമല്ല, ജനപ്രതിനിധികളുടെയും ഡിവൈഎഫ്ഐയുടെയും CPIMന്റെയും നേതാക്കന്മാരുടെ വീടുകളിലേക്ക് കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ബോംബാക്രമണം നടത്തുകയാണ്. ഇവിടെ നേമത്ത് ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റി അംഗവും SFഐയുടെ മുൻ സംസ്ഥാന കമ്മിറ്റിയുമായ ആകാശ് കൃഷ്ണയുടെ നേരെ ബോംബെറിഞ്ഞു. അദ്ദേഹത്തിന് വിരലുകൾ നഷ്ടപ്പെട്ടു. നെയ്യാറ്റിൻകരയിൽ CPIMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ബോംബെറിഞ്ഞു. നെടുമങ്ങാട് 7-8 വീടുകളിൽ ആക്രമിക്കപ്പെട്ടു. നെടുമങ്ങാട് നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പിന്നെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി CPIMന്റെ ഏരിയ കമ്മിറ്റി അംഗമായ സഖാ P ഹരീഷൻ നായരുടെ വീട് രാത്രി 3 മണിയോടുകൂടി ബോംബെറിഞ്ഞ് ആ വീടിന്റെ വാതിലും ജനലുമെല്ലാം തകരം പറഞ്ഞു. തലനാരിഴക്കാണ് സഖാവിന്റെ ജീവൻ നഷ്ടപ്പെട്ടത്. ഈ നിലയിലേക്ക് കേരളത്തിൽ സംഘർഷഭൂമിയാക്കാൻ, കലാപഭൂമിയാക്കാൻ RSSന്റെ തീരുമാനത്തിന്റെ ഭാഗമായി, അജണ്ടയുടെ ഭാഗമായി കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇവിടുത്തെ പോലീസ് ഏമാന്മാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികളെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ പ്രതിഷേധ മാർച്ച്. ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുവാൻ CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും CI2വിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള സഖാവ് V ശിവൻകുട്ടി ഇവിടെ എത്തിച്ചേർന്നു. ഈ കൂടിയിരിക്കുന്ന ഡിവൈഎഫ്ഐയുടെ കരുത്തന്മാരായ ഓരോ സഖാക്കളുടെയും പേരിൽ സഖാവ് V ശിവൻകുട്ടിയെ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ കൂട്ടായ്മയുടെ അധ്യക്ഷൻ
ഈ പ്രതിഷേധ കൂട്ടായ്മയുടെ അധ്യക്ഷൻ ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗമായ സഖാവ് വി വിനീതിനെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം SFIയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് ഷിജു ഖാനെ സ്വാഗതം ചെയ്യുന്നു. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് S കവിത ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സഖാവിനെ സ്വാഗതം ചെയ്യുകയാണ്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബാലമുരളി, അൻസാരി, പ്രതിനിസാദി കൃഷ്ണ, സുരേഷ് ബാബു, ഡിവൈഎഫ്ഐയുടെ ട്രഷറർ സഖാവ് അനൂപ് അടക്കമുള്ള ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ ഒരു നിര ഈ പ്രതിഷേധ കൂട്ടായ്മ പങ്കെടുക്കുന്നു. വളരെ സമാധാനപരമായിട്ടാണ് ഞങ്ങൾ പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടുള്ളത്. കാരണം അക്രമകാരികളെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ RSSന്റെ താക്കീതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധ മാർച്ചിനെ കാണുന്നത്. ഞങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങൾ ബോംബെറിയപ്പെട്ടു, ഞങ്ങളുടെ സഖാക്കളെ നിങ്ങൾ തല്ലിക്കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. ഡിവൈഎഫ്ഐ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കേണ്ടതില്ല. അതിന് ഉത്തരവാദിത്വം കേരളം ഭരിക്കുന്ന LDFന്റെ ഗവൺമെന്റിന്, കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലേക്ക് മാതൃകാപരമായ സംസ്ഥാനത്തിന്റെ ഗവൺമെന്റിനെ കലാഭൂമിയാക്കാൻ RSS തീരുമാനിക്കുമ്പോൾ ആ അജണ്ട എന്താണെന്ന് നല്ല ബോധ്യമുള്ളവരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ സമാധാനത്തോടുകൂടി ഞങ്ങളുടെ സഖാക്കൾ ഇവിടെ ഇരിക്കാൻ തീരുമാനിച്ചത്. അല്ല RSSകാരാ, നിങ്ങൾ ഒന്നടിച്ചാൽ 10 അടിക്കാൻ തങ്കേടനവും സംഘടനാശേഷിയും കരുത്തുമുള്ള പ്രസ്ഥാനമാണ്. ആക്കളെ തീക്കളിയാണെന്ന് കൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ കൂട്ടായ്മയുടെ അധ്യക്ഷത വഹിക്കുന്ന ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ പ്രസിഡന്റുമായ സഖാവ് വിനീതിനെ ക്ഷണിക്കുകയാണ്. ഈ യോഗത്തിന്റെ സ്വാഗതം പറഞ്ഞ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി വളരെ വിശദമായി നിങ്ങളോട് ഈ വിഷയങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഡിവൈഎഫ്ഐ ഇത്തരം ഒരു പ്രതിഷേധ ധർണ നടത്തേണ്ട, പ്രതിഷേധ ജാഥ നടത്തേണ്ട സാഹചര്യത്തെ കുറിച്ച് പറയുകയുണ്ടായി. ഇവിടെ ബാരിക്കേഡ് വെച്ചാണ് ഞങ്ങളെ തടഞ്ഞു നിർത്തിയതെങ്കിൽ നിങ്ങൾ പോലീസുകാർക്ക് നേരത്തെ കേരളത്തിന്റെ സമരചരിത്രം അറിയാം. ഞങ്ങൾ പോകാൻ ഒരു സ്ഥലം തീരുമാനിച്ചാൽ ആ സ്ഥലത്തേക്ക് പോകുന്നതിന് ഒരു മടിയും ഞങ്ങൾക്കില്ല. ഞങ്ങൾ സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ സമര ഗേറ്റ് വരെ വരാനാണ് തീരുമാനിച്ച് ഇന്ന് ഈ സമരം നടത്താൻ തീരുമാനിച്ചതെങ്കിൽ അവിടെ വരെ വരികയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ പോകാൻ തീരുമാനിച്ച് വരുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകാതിരിക്കുന്നത് കേരളത്തിലെ സംഘപരിവാർ സംഘടനകൾക്ക് നല്ലതായിരിക്കും. സംഘപരിവാറിന്റെ നേതാക്കൾ തിരിച്ചറിയേണ്ടത് കേരളത്തിന്റെ പൊതുസമൂഹം സമാധാന അന്തരീക്ഷത്തെ കാക്ഷിക്കുകയാണ്. കേരളത്തിന്റെ തെരുവീതികളിൽ നിങ്ങൾ നടത്തുന്ന അക്രമത്തെ ചെറുക്കുന്നതിന് വേണ്ടി കേരളത്തിലെ സമാധാന അന്തരീക്ഷം സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി പോലീസിനോടൊപ്പം ഞങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണ്. പക്ഷെ ഞങ്ങളുടെ സഖാക്കളുടെ വീട്ടിലേക്ക് നിങ്ങൾ ഇരുട്ടിന്റെ മറവ് പറ്റി രാത്രിയുടെ അന്ത്യാമങ്ങളിൽ കടന്നു വരാൻ പരിശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെയൊക്കെ നേതാക്കന്മാരുടെ വീടുകളിലേക്ക് കടന്നു വരാൻ തയ്യാറെടുക്കുമെന്നത് ഈ അവസരത്തിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. RSS അതിക്രമങ്ങൾക്കെതിരെ സെക്രട്ടേറിയറ്റിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ പ്രതിഷേധ മാർച്ചിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ഭരണഘടനയെ സംരക്ഷിക്കുക, അക്രമികളെ ഒറ്റപ്പെടുത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് മാർച്ച് നടക്കുന്നത്. തിരിച്ചെത്താം ഇടവേള. RSS അക്രമങ്ങളെ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാടിനെ ഭയത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് വിട്ടുകൊടുക്കാൻ അനുവദിക്കില്ല. അക്രമങ്ങൾ നേരിടുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം BJPക്കൊപ്പം നിൽക്കുന്ന കോൺഗ്രസിന്റെ നിലപാട് ദൗർഭാഗ്യകരമെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. നാടിൻ്റെ സ്വൈര്യവും സമാധാനവും തകർത്ത് ഒരു പുതിയ രീതിയിലേക്ക് മാറ്റാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കാരണവശാലും അനുവദിക്കില്ല. ശക്തമായ നടപടികളിലൂടെ തന്നെ അതിനെ നേരിടും. RSSന് അവരുടെ അജണ്ടയനുസരിച്ച് ഇവിടെ ജനങ്ങളിൽ ഭീതി പരത്താനും നാടിനെ ഭയത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിർത്തുന്നതിനും കഴിയില്ല. ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും സർക്കാർ ഒരുക്കുക തന്നെ ചെയ്യും. അക്രമം ഒരു കൂട്ടരുടെ മാത്രം മാർഗമാണ്. ആ അക്രമത്തെ സർക്കാർ സംവിധാനത്തിലൂടെ ഫലപ്രദമായി നേരിട്ടുകൊള്ളും. ഇവിടെ സംയമനം പാലിച്ച് അതിനെതിരെയുള്ള ബഹുജന വികാരം ഉയർത്താനാണ് പൊതുവെ ആളുകളും ബഹുജനങ്ങളും ശ്രദ്ധിക്കേണ്ടത്. പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ല. പോലീസ് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നേരത്തെ തന്നെ കാണുകയും ആവശ്യമായ കരുതൽ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് ശബരിമലയിൽ ദർശനത്തിന് അനുമതി തേടിയെത്തിയ വിദേശ വനിതകൾ മടങ്ങി. നിലയ്ക്കലിലെത്തിയ ഇവർ പോലീസുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മടങ്ങിയത്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, ശബരിമല ദർശനത്തിന് വിദേശ വനിതകൾ എത്തിയിരുന്നു. ഇവർക്ക് അനുമതി ലഭ്യമാകാത്തതിനെ തുടർന്ന് ഇവർ മടങ്ങുകയായിരുന്നോ? എന്താണ് വിവരങ്ങൾ? ഇവര്
ഉക്രൈൻ സ്വദേശികളാണെങ്കിലും സ്വീഡനിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. സ്വീഡൻ പാസ്പോർട്ടുമായിട്ടാണ് അവരെത്തിയത്. അവർ ഗവിയിൽ വിനോദസഞ്ചാരത്തിനായി എത്തിയ 4-അംഗ സംഘത്തിലെ 2 പേർ സ്വയം കാർ ഓടിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു. ശബരിമല ദർശനം നടത്തണമെന്നുള്ളതായിരുന്നു അവരുടെ ഒരു ആഗ്രഹം. അത് പ്രകടിപ്പിച്ചാണ് അവർ നിലയ്ക്കലിൽ കൺട്രോൾ റൂമിൽ എത്തുകയും അവിടെ സ്പെഷ്യൽ ഓഫീസർ SP മധുവിനെ കാണുകയും ചെയ്തു. അദ്ദേഹം നൽകിയ നിർദ്ദേശം അനുസരിച്ച് അവർക്ക് പോകാനുള്ള ഒരു അനുമതി, അതിനുള്ള ഒരു സുരക്ഷ നൽകാൻ കഴിയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയതോടെ ഇവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതോടെ അവർ അവരുടെ ആഗ്രഹം മതിയാക്കി തിരികെ മടങ്ങുകയായിരുന്നു. അതേസമയം ഒരു തമിഴ് മാസികയുടെ ലേഖിക അവർ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഗീത എന്നാണ് അവരുടെ പേര്. അവർക്കൊപ്പം തന്നെ 2 പേർ എരുമേലിൽ നിന്ന് അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും. അത് കഴിഞ്ഞാൽ അവർ ശബരിമലയിലേക്ക് പോയി റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഗീതയും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇതുവരെ വൈകിട്ട് 5 മണി വരെയുള്ള കണക്കനുസരിച്ച് ഏതാണ്ട് 74,000-ഓളം പേർ ശബരിമല ദർശനത്തിനായി പമ്പയിൽ നിന്ന് മലയിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. തിരികെ ഇറങ്ങിയവർ 1 ലക്ഷത്തോളമെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന ഔദ്യോഗികമായിട്ടുള്ള വിവരം. തിരക്ക് സമയം കഴിയും തോറും തിരക്ക് കൂടിക്കൂടി വരികയാണ്. ഇന്ന് അവധി, ശനിയാഴ്ച ഞായറാഴ്ച അവധി കൂടി കണക്കിലെടുക്കുമ്പോൾ തിരക്ക് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. എന്തായാലും നിരീക്ഷണമെല്ലാം പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോലീസിനെ വിന്യസിക്കുകയും ചെയ്യുന്നുണ്ട്. ഹെൽപ്പ് ഡെസ്കുകൾ വളരെ കൃത്യമായി ശബരിമല ദർശനത്തിനെത്തുന്ന അയ്യപ്പന്മാരെ സഹായിക്കാനായി ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കുന്നുണ്ട്. രാജ്കുമാർ, ഈ ഉക്രൈൻ സ്വദേശികൾ എത്തിയത് വിനോദസഞ്ചാരികളായാണോ അതോ തീർത്ഥാടകരായി മാലയും ഇരുമുടിയുമായി എത്തിയാണോ ഇവർ ശബരിമലയിൽ എത്തണമെന്ന് പോലീസിനോട് ആവശ്യം അറിയിച്ചത്? അവർ വിനോദസഞ്ചാരികളായിരുന്നു. അവർ ഗവിയിലാണ് എത്തിയത്. ഗവിയിൽ നിന്നുള്ള ഒരു വിവരം ശബരിമലയിൽ ഇങ്ങനെ, അതിപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശബരിമല പ്രശ്നം, സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ഹിസ്റ്റോറിക്കൽ, ഒരു ചരിത്രപരമായ സംഭവമായി കണക്കാക്കി പലയിടത്ത് അതിൻ്റെ ചർച്ചകൾ നടക്കുകയും മാധ്യമങ്ങളെല്ലാം വാർത്തയായതോടെ അതിൻ്റെ ഒരു കൗതുകം കൂടി മനസ്സിലാക്കി അങ്ങനെയാണെങ്കിൽ ശബരിമലയിൽ പോകാൻ, മല ചവിട്ടാൻ കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ് എന്ന് കരുതിയാണ് അവർ ഇവിടെ എത്തിയത്. അവർ വിനോദസഞ്ചാരികളായിരുന്നു. അവർക്ക് ഇരുമുടിക്കെട്ടോ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അവരൊരു ഭക്തരോ ഡിവോട്ടീസ് ആയിരുന്നില്ല എന്നുള്ളതാണ് പോലീസ് പറഞ്ഞത്. അവർ ഇതിന്റെ ഈ ദർശനം അവർക്ക് സാധ്യമാവില്ല എന്ന് മനസ്സിലാക്കിയ അവർ വിനോദസഞ്ചാരികളായതുകൊണ്ട് തന്നെ അവർ അത് മടങ്ങുകയും ചെയ്തു. വ്യക്തമാണ്. ശബരിമല സന്ദർശിക്കണമെന്ന ആഗ്രഹവുമായി എത്തിയ വിനോദസഞ്ചാരികൾക്ക് പോലീസ് അനുമതി നിഷേധിച്ചു. ഉക്രൈൻ സ്വദേശികളാണ് എത്തിയത്. ഇവർ പോലീസ് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് മടങ്ങുകയും ചെയ്തു. വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്. തിരിച്ചെത്താം, ഇടവേള. ശബരിമലയിൽ കൂടുതൽ സ്ത്രീകൾ വന്നിട്ടുണ്ടെന്ന പോലീസ് റിപ്പോർട്ട് ശരിയാകാമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. RSSന്റെ സ്ത്രീ വിരോധമാണ് ശബരിമലയുടെ പേരിൽ നടക്കുന്ന അക്രമത്തിന് കാരണമെന്ന് മന്ത്രി G. സുധാകരനും പ്രതികരിച്ചു. ശബരിമലയിൽ കൂടുതൽ സ്ത്രീകൾ വന്നിട്ടുണ്ടെന്ന പോലീസ് റിപ്പോർട്ട് ശരിയാകാമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. പ്രായം നോക്കാതെ നിരവധി ആളുകൾ വന്നുകഴിഞ്ഞു എന്നുള്ളത് വസ്തുതയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രായമൊന്നും നോക്കാതെ ആളുകൾ ധാരാളമായിട്ട് വന്നു പോവുക തന്നെയാണ്. മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്ന ചില പ്രശ്നങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നത്. പോലീസിന്റെ റിപ്പോർട്ട് ശരിയായിരിക്കും. പോലീസിന് അറിയാവുന്ന കാര്യമല്ലോ പോലീസ് പറഞ്ഞത്. ഗവൺമെന്റ് അറിയാവുന്ന, എന്റെ വകുപ്പിന് അറിയാവുന്ന കാര്യമല്ല. പക്ഷെ പോലീസിന് അറിയാവുന്ന കാര്യം പോലീസ് പറഞ്ഞതായിരിക്കും. RSSന്റെ സ്ത്രീ വിരോധമാണ് ശബരിമലയുടെ പേരിൽ നടക്കുന്ന അക്രമത്തിന് കാരണമെന്ന് മന്ത്രി G. സുധാകരൻ. ഇഷ്ടമില്ലാത്തത് നടക്കുമ്പോൾ അക്രമം നടത്തുന്നത് RSSന്റെ നയമാണ്. തന്ത്രി ബ്രാഹ്മണനല്ല, ബ്രാഹ്മണ രാക്ഷസനാണ്. തന്ത്രിക്ക് അയ്യപ്പനോട് സ്നേഹമില്ല. പൂട്ടിപ്പോകുമെന്ന് പറയാൻ തന്ത്രിക്ക് എന്ത് അധികാരമാണുള്ളതെന്നും G. സുധാകരൻ കൊച്ചിയിൽ പ്രതികരിച്ചു. അക്രമം കാണിക്കുന്നതിന് കാരണം BJPയുടെ സ്ത്രീ വിരോധമാണ്, RSSന്റെ സ്ത്രീ വിരോധമാണ്. ജാതി പിശാചിന്റെ പ്രതീകമല്ല ഈ തന്ത്രി. അദ്ദേഹം ബ്രാഹ്മണനല്ല, ബ്രാഹ്മണ രാക്ഷസനാണ്. ബ്രാഹ്മണൻ രാക്ഷസനായാൽ ഏറ്റവും ഭീകരനായിരിക്കും. നല്ല പൂർണ്ണാനന്ദ പോലെ ശുദ്ധ ബ്രാഹ്മണനല്ല. രാക്ഷസീയമായ ഹൃദയമാണുള്ളത്. അയ്യപ്പനെ അദ്ദേഹത്തിന് ബഹുമാനമില്ല, സ്നേഹമില്ല, കൂറില്ല. അയ്യപ്പന്റെ കൃപ കൊണ്ടാണ് അന്നം കഴിക്കുന്നതെന്ന് ഓർമ്മയില്ല. ഞാൻ പൂട്ടിയിട്ട് എൻ്റെ പാട്ടിന് പോകുമെന്ന് പറഞ്ഞു. ഞാനത് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കില്ല. ഒരു സഹോദരിയെ മ്ലേച്ഛയായി കരുതി ശുദ്ധികലശം നടത്തിയ മനുഷ്യനാണോ? ന്യൂസ് ഡെസ്ക്. RSS നേതാവ് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ബോംബ് എറിയുന്ന ദൃശ്യങ്ങൾ പീപ്പിളിന്. RSSന്റെ നെടുമങ്ങാട് ജില്ലാ പ്രചാരകനായ പ്രവീണാണ് പോലീസിനും CPIM പ്രവർത്തകർക്കും നേരെ ബോംബ് എറിയുന്നത്. ആലപ്പുഴ നൂർനാട് സ്വദേശിയായ പ്രവീൺ അടൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ ഒരു വധശ്രമ കേസിലെ പ്രതി കൂടിയാണ്.
ഈ കഴിഞ്ഞ 3-ാം തീയതി രാവിലെ 11:53-നാണ് RSS നെടുമങ്ങാട് ജില്ലാ പ്രചാരകനായ പ്രവീൺ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷന് നേരെ ബോംബെറിയുന്നത്. CPIM RSS പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടാവുന്നതിനിടെ അക്രമകാരികളായ ഒരു വിഭാഗം RSS പ്രവർത്തകരെ പോലീസ് പിടികൂടി നെടുമങ്ങാട് പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ എത്തിച്ചു. ഇവരെ രക്ഷപ്പെടുത്തുന്നതിനാണ് പോലീസിന് നേർക്ക് പ്രവീൺ ബോംബെറിയുന്നത്. പ്ലാസ്റ്റിക് കൂടിൽ കരുതിയിരുന്ന 4 ബോംബുകളാണ് പ്രവീൺ പോലീസിന് നേർക്കെറിയുന്നത്. ആലപ്പുഴ നൂർനാട് സ്വദേശിയായ പ്രവീൺ അടൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ ഒരു വധശ്രമ കേസിലെ പ്രതിയാണ്. ചാരുമൂട്ടിൽ മൃതദേഹവുമായി റോഡ് ഉപരോധിച്ച കേസിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിലേറെയായി നാട്ടിൽ നിന്നും മാറി നിൽക്കുന്ന ഇയാൾ ഇടയ്ക്കിടെ മാത്രമാണ് വീട്ടിലെത്തുന്നത്. അയൽവാസികൾക്ക് പോലും പ്രവീണിനെ പറ്റി ഒന്നും കാര്യമായി അറിയില്ല. മലബാർ മേഖലയിലെ പ്രചാരകനായ പ്രവീൺ ബോംബ് നിർമ്മിക്കുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലും വൈദഗ്ധ്യം നേടിയ വ്യക്തിയാണ്. നെടുമങ്ങാട്ടെ എല്ലാ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും അണിയറയിൽ നേതൃത്വം നൽകുന്ന ഇയാളെ പിടികൂടാൻ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. നെടുമങ്ങാട്ടെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 8 പേർ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. 3-ാം തീയതി നടന്ന അക്രമത്തിൽ നെടുമങ്ങാട് SIയുടെ കൈ ഒടിഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ദേശീയ പണിമുടക്ക് ഹർത്താലോ ബന്ധോ അല്ലെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ. ഒരു കടയും നിർബന്ധിച്ച് അടപ്പിക്കില്ല. തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കും. അക്രമം തങ്ങളുടെ അജണ്ടയിലില്ലെന്നും എളമരം കരീം MP കോഴിക്കോട് പറഞ്ഞു. ജനങ്ങൾ പണിമുടക്കുമായി സഹകരിക്കണമെന്നും ട്രേഡ് യൂണിയൻ നേതാക്കൾ അഭ്യർത്ഥിച്ചു. ഇത് അക്രമം എന്ന് പറയുന്നത് ഈ അജണ്ടയിലേ ഇല്ല. എല്ലാ വിഭാഗം തൊഴിലാളികളും പണിമുടക്കും. ഞങ്ങൾ തൊഴിലാളി പണിമുടക്കാനേ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളൂ. ഞങ്ങൾ തൊഴിലാളി പണിമുടക്കേ പറയുന്നുള്ളൂ, അല്ലാതെ കട പൂട്ടാൻ പോവല്ല. ഞങ്ങൾ അതുകൊണ്ട് ഒരാളെയും നിർബന്ധിക്കുന്നില്ല. ഹർത്താലും അല്ല, ബന്ധുവല്ല. ഇടവേള. അമേരിക്കയിലെ മലയാളി മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ഏർപ്പെടുത്തിയ മാധ്യമരംഗത്തെ മികച്ച സംവാദകനുള്ള പുരസ്കാരത്തിന് കേരളി TV ന്യൂസ് ഡയറക്ടർ NB ചന്ദ്രശേഖരൻ അർഹനായി. 25,000 രൂപയും പ്രശംസാ ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഡോക്ടർ D ബാബു പോൾ, KM റോയ് എന്നിവരുൾപ്പെടുന്ന ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തത്. ഈ മാസം 13-ന് കൊച്ചിയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുമെന്ന് ഇന്ത്യ പ്രസ് ക്ലബ് പ്രസിഡന്റ് മധു കൊട്ടാരക്കര, സെക്രട്ടറി സുനിൽ തൈമറ്റം തുടങ്ങിയവർ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അപൂർവ രത്നങ്ങളുടെ ശേഖരവുമായി മലബാർ ഗോൾസിന്റെ ആർട്ടിസ്ട്രി ബ്രാൻഡ് ജ്വല്ലറി ഷോ ഇന്നു മുതൽ ജനുവരി 13 വരെ കോഴിക്കോട്ടെ ഷോറൂമിൽ നടക്കുന്ന പ്രദർശനം എഴുത്തുകാരി KP സുധീര ഉദ്ഘാടനം ചെയ്തു. ഡയമണ്ട് ആഭരണങ്ങൾക്കായി പ്രത്യേകം സജ്ജമാക്കിയ ഡാർക്ക് റൂം എക്സ്ക്ലോഷറാണ് പ്രദർശനത്തിലെ മുഖ്യ ആകർഷണം. രത്നങ്ങളിൽ തീർത്ത ആഭരണങ്ങളുടെ പ്രദർശനത്തിനൊപ്പം വിൽപ്പനയും ഉണ്ടാകും. ഉദ്ഘാടന ചടങ്ങിൽ മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KP ബീരാൻകുട്ടി, റീജിയണൽ ഹെഡ് അബ്ദുൾ ജലീൽ തുടങ്ങിയവരും പങ്കെടുത്തു.